ഹായ് ഫ്രണ്ട്സ്, പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ വീഡിയോയിൽ സോഷ്യൽ സൈക്കോളജി MCQ ഡിസ്കഷൻ പാർട്ട് 2 ആണ്. അപ്പോൾ അതിന് മുന്നേ നമ്മൾ പാർട്ട് 1-ൽ 26ൻ്റെ ക്വസ്റ്റ്യൻ വിട്ടുപോയിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് ആദ്യം ഒന്ന് നോക്കാം. ഡാഷ് ഈസ് നെഗറ്റീവ് ഇമോഷണൽ റെസ്പോൺസസ് ഓർ ഡിസ്ലൈക്ക് ടുവാർഡ്സ് മെമ്പേഴ്സ് ഓഫ് എ ഗ്രൂപ്പ് മെമ്പർഷിപ്പ്. ഇവിടെ എന്താ ചോദിച്ചിട്ടുള്ളത്, അതായത് ഒരു ഗ്രൂപ്പ് അംഗത്വത്തിലെ അംഗങ്ങളോടുള്ള നിഷേധാത്മക വികാര പ്രതികരണങ്ങളോ അല്ലെങ്കിൽ അനിഷ്ടമോ ആണ് എന്ത് എന്നാണ് ക്വസ്റ്റ്യൻ. പ്രെജുഡൈസ് ആണ് അതിൻ്റെ ആൻസർ വരുന്നത്. മെമ്പർഷിപ്പ് എന്നുള്ളത് അവസാനിക്കുന്നത് പി വെച്ചിട്ടല്ലേ, ആ പി വെച്ചിട്ടാണ് അതിൻ്റെ ആൻസർ തുടങ്ങുന്നത്, പ്രെജുഡൈസ്. അതേപോലെ തന്നെ ഈ പ്രെജുഡൈസ് എന്നുള്ള ആൻസർ വരുന്നത് 5 ക്വസ്റ്റ്യന് പ്രെജുഡൈസ് ആണ് കറക്റ്റായിട്ട് ആൻസർ വരുന്നത്. എന്താ പറയുക, 18, 25, 26, 70, 82 ഇത്രയും ക്വസ്റ്റ്യന്, അതായത് 5 ക്വസ്റ്റ്യന് പ്രെജുഡൈസിന് മാത്രം ആൻസർ വരുന്നുണ്ട്. ഇതിൽ 18, 25, 26 പി വെച്ച് തുടങ്ങുന്ന ക്വസ്റ്റ്യൻ ആൻസറായിട്ട് ഈ 3 എണ്ണത്തിൽ ഇത് തന്നെയാണ് വരുന്നത്. പക്ഷേ 70, 82 പി വെച്ചിട്ട് 2 ആൻസർ വരുന്നുണ്ട്. അപ്പോൾ അവിടെ നമുക്ക് കൺഫ്യൂഷൻ ആവാണ്ട്, അപ്പോൾ ആ 2 ക്വസ്റ്റ്യൻ എന്ത് ചെയ്യുക, നന്നായിട്ട് ഫോക്കസ് ചെയ്ത് പഠിക്കുകയാണെങ്കിൽ പ്രെജുഡൈസ് മാറിപ്പോവില്ല. അപ്പോൾ ഇനി നമുക്ക് 51ാമത്തെ ക്വസ്റ്റ്യനിലേക്ക് പോവാം. 51ാമത്തെ ക്വസ്റ്റ്യൻ നോക്കുക. ദി ഡാഷ് സ്റ്റേറ്റ്സ് ദ ഹ്യൂമൻ ബീയിങ് ഹാവ് ആൻ ഇന്നേറ്റ് ഡ്രൈവ് ടു റെഡ്യൂസ് നെഗറ്റീവ് മൂഡ്സ്. അല്ലേ, എന്താ പറയണത്, നെഗറ്റീവ് മാനസികാവസ്ഥകൾ കുറയ്ക്കുന്നതിനുള്ള ഒരു സഹജമായ പ്രേരണ മനുഷ്യർക്കുണ്ടെന്ന് ഡാഷ് പ്രസ്താവിക്കുന്നു. ഇവിടെ ഒന്നും നോക്കാനില്ല, നെഗറ്റീവ് എന്നുള്ളത് നമ്മളെ ക്വസ്റ്റ്യനിലുണ്ട്. അപ്പം നെഗറ്റീവ് സ്റ്റേറ്റ് റിലീഫ് മോഡൽ. ഇനി അതല്ലെങ്കിലോ ബാക്കിയുള്ളതൊക്കെ 2 ടേമും ഒറ്റ ടേമുമാണ്. ഇതിനെന്താണ് നെഗറ്റീവ് സ്റ്റേറ്റ്, അതുപോലെ റിലീഫ് മോഡൽ. ഇനി അതേപോലെ തന്നെ സ്റ്റേറ്റ്സ് എന്തുണ്ട്, ഈ ക്വസ്റ്റ്യനിൽ തുടക്കം തന്നെ സ്റ്റേറ്റ്സ് ഉണ്ട്, ഈ ആൻസറിലും സ്റ്റേറ്റ് എന്ന് വരുന്നുണ്ട്. അപ്പോൾ അങ്ങനെ ഓർത്താലും ഇതിൻ്റെ ആൻസർ കിട്ടും. നെഗറ്റീവ് എന്നുണ്ട് ക്വസ്റ്റ്യനിൽ, സ്റ്റേറ്റ് എന്ന് ക്വസ്റ്റ്യനിലുണ്ട്. അപ്പോൾ നെഗറ്റീവ് സ്റ്റേറ്റ് റിലീഫ് മോഡൽ. ഓക്കെ, ഇനി 52ാമത്തെ ക്വസ്റ്റ്യൻ നോക്കുക. ഡാഷ് അൾട്രൂയിസം ഈസ് ബേസ്ഡ് ഓൺ എ മ്യൂച്വൽ ഗിവ് ആൻഡ് ടേക്ക് റിലേഷൻഷിപ്പ്. എന്താ പറയണത്, ഡാഷ് എന്ന് പറയുന്ന പരോപകാരം പരസ്പരം കൊടുക്കൽ വാങ്ങൽ ബന്ധത്തെ അടിസ്ഥാനമാക്കിയിട്ടുള്ളതാണ്. അതായത് അൾട്രൂയിസത്തെ എന്ത് ചെയ്തിട്ടുണ്ട്, 4 തിരിച്ചിട്ടുണ്ട്. അതിലത്തെ ഒരു ടൈപ്പാണ് ഇവിടെ ചോദിച്ചിട്ടുള്ളത്. അപ്പോൾ പരസ്പരം കൊടുക്കൽ വാങ്ങൽ ബന്ധത്തെ അടിസ്ഥാനമാക്കിയിട്ടുള്ള പരോപകാരമാണ്. ഓപ്ഷൻ ബി ആണ് വരുന്നത്, റെസിപ്രോക്കൽ അൾട്രൂയിസം. ഇവിടെ ഓർക്കാനായിട്ട് ഇവിടെ റിലേഷൻഷിപ്പ് എന്നുള്ളത് തുടങ്ങുന്നത് എന്താണ്, 6 വെച്ചിട്ടല്ലേ, അപ്പോൾ അത് വെച്ചിട്ടാണ് ഇതിൻ്റെ ആൻസർ തുടങ്ങുന്നത്, റെസിപ്രോക്കൽ അൾട്രൂയിസം. അപ്പോൾ റിലേഷൻഷിപ്പ്, റെസിപ്രോക്കൽ അൾട്രൂയിസം എന്ന് ഓർത്താൽ മതി. ഇനി 53ാമത്തെ ക്വസ്റ്റ്യൻ നോക്കുക. ഡാഷ് ഈസ് ദ പ്രോസസ് ബൈ വിച്ച് പേഴ്സൺ അറ്റംപ്റ്റ്സ് ടു ചേഞ്ച് ദ ഒപ്പീനിയൻ ഓർ ആറ്റിറ്റ്യൂഡ്സ് ഓഫ് അതർ പേഴ്സൺ ബൈ ട്രാൻസ്മിറ്റിംഗ് ദ ഇൻഫർമേഷൻ. എന്താ പറയണത്, വിവരങ്ങൾ കൈമാറുന്നതിലൂടെ മറ്റൊരു വ്യക്തിയുടെ അഭിപ്രായങ്ങളോ മനോഭാവങ്ങളോ മാറ്റാൻ ഒരു വ്യക്തി ശ്രമിക്കുന്ന പ്രക്രിയയാണ് എന്തെന്നാണ് ക്വസ്റ്റ്യൻ. ഇവിടെ പ്രെജുഡൈസ് എന്നുള്ള ഓപ്ഷൻ വരാത്തത് കൊണ്ട് തന്നെ നമുക്കിവിടെ പെട്ടെന്ന് ആൻസർ കണക്ട് ചെയ്യാൻ പറ്റും. പെർസൂഷൻ, അതായത് പി വെച്ചിട്ട് പെർസൂഷൻ മാത്രമേ ഉള്ളൂ. ഇതിൽ ക്വസ്റ്റ്യനിൽ പ്രോസസ്സ്, പേഴ്സൺ ഒക്കെ എന്താണ് പി വെച്ചിട്ട് തുടങ്ങുന്നുണ്ട്. ഡാഷ് ഈസ് ദ പ്രോസസ് അല്ലേ, അപ്പോൾ പി വെച്ചിട്ടാണ് തുടങ്ങുന്നത്. അപ്പോൾ ഇതിൻ്റെ ആൻസർ പെർസൂഷൻ ആണ് വരുന്നത്. അപ്പോൾ ഇവിടെ കൺഫ്യൂഷൻ ആവേണ്ട, പിന്നെ പ്രെജുഡൈസ് ഇല്ല, അതുപോലെ തന്നെ കൺഫർമിറ്റി അല്ല വരുന്നത്. ഓക്കെ, പെർസൂഷൻ. ഇനി 54ാമത്തെ ക്വസ്റ്റ്യൻ നോക്കുക. മൈൻഡ് സെൽഫ് ആൻഡ് സൊസൈറ്റി ഓതേർഡ് ബൈ. മൈൻഡ് സെൽഫ് ആൻഡ് സൊസൈറ്റി എന്ന് പറയുന്നത് എഴുതിയിട്ടുള്ള ആളാരാണെന്നാണ് ക്വസ്റ്റ്യൻ. ഇവിടെ തന്നെ ഇതിൻ്റെ ആൻസർ വരുന്നത് ഓപ്ഷൻ എ ആണ്, ജോർജ് ഹെർബർട്ട് മെഡ്. അപ്പോൾ ഇതിൽ എന്താ പറയുക, ലാസ്റ്റ് മെഡ് എന്ന് വരുന്നത് ഈ മൈൻഡ്, ആ എം വെച്ചിട്ട് കണക്ട് ചെയ്യുക. പിന്നെ ഇതിൽ ഓപ്ഷൻ ഡി വരുന്നത് ഹെൻറി എ മുറയാണ് അല്ലേ, ഹെൻറി എ മുറ വരുന്നുണ്ട്. അപ്പോൾ അതിൽ ഓപ്ഷൻ സെൻട്രൽ അദ്ദേഹത്തിന് എന്താണ് ഒരു ഇനീഷ്യൽ ലെറ്ററാണ് വരുന്നത്. ഇവിടെ 3 ടേമായിട്ടാണ്, ജോർജ് ഹെർബർട്ട് മെഡ്. അപ്പോൾ അങ്ങനെ ഓർത്താൽ ഈ മൈൻഡ് മെഡ് എന്നുള്ളത് ഓർത്താൽ ഇതിൻ്റെ ആൻസർ കിട്ടും. ഇനി 55ാമത്തെ ക്വസ്റ്റ്യൻ നോക്കാം. ഡാഷ് ഇൻവോൾവ്സ് എൻഗേജിങ് ഇൻ അൾട്രൂയിസ്റ്റിക് ആക്ട് ഫോർ പീപ്പിൾ ബേസ്ഡ് അപ്പോൺ ദെയർ ഗ്രൂപ്പ് അഫിലിയേഷൻ. എന്താ പറയുന്നത്, ഡാഷ് എന്ന് പറയുന്നത് ഇത് എന്താണ്, ഒരു പിന്നെ അൾട്രൂയിസത്തിൻ്റെ ഒരു ടൈപ്പാണ് ഇവിടെ ചോദിക്കുന്നത്. അപ്പോൾ ഡാഷ് എന്ന് പറയുന്നത് ആളുകളുടെ ഗ്രൂപ്പ് അഫിലിയേഷൻ്റെ അടിസ്ഥാനത്തിൽ അവർക്കായിട്ട് എന്ത് ചെയ്യുന്നുണ്ട്, പരോപകാരങ്ങളിൽ എന്താ പറയുക ഏർപ്പെടുന്നതിനെ സൂചിപ്പിക്കുന്ന അൾട്രൂയിസം ഏതാണെന്നാണ് ക്വസ്റ്റ്യൻ അല്ലേ. ഗ്രൂപ്പ് സെലക്റ്റഡ് അൾട്രൂയിസം, അതുപോലെ തന്നെ ജനറ്റിക് അൾട്രൂയിസം, അതുപോലെ തന്നെ റെസിപ്രോക്കൽ അൾട്രൂയിസം, അതുപോലെ തന്നെ പ്യുവർ അൾട്രൂയിസം. ഇങ്ങനെ എന്ത് ചെയ്തിട്ടുണ്ട്, അൾട്രൂയിസത്തെ 4 തിരിച്ചിട്ടുണ്ട്. അപ്പോൾ ഇവിടെ ഏതാണെന്നാണ് ചോദിച്ചിട്ടുള്ളത്. നമ്മൾ നേരത്തെ പറഞ്ഞു കൊടുക്കൽ വാങ്ങൽ പ്രക്രിയ ആയിട്ടുള്ള
ആൾട്രൂയിസം ആണ് എന്ത് റെസിപ്രോക്കൽ ആൾട്രൂയിസം. അപ്പോൾ ഇവിടെ പറഞ്ഞിട്ടുള്ളത് ഗ്രൂപ്പ് സെലക്റ്റഡ് ആൾട്രൂയിസം ആണ് ഇതിൻ്റെ ആൻസർ. അപ്പോൾ ഇതിൻ്റെ ക്വസ്റ്റ്യനിൽ എന്ത് വരുന്നുണ്ട് ഗ്രൂപ്പ് എന്ന് ക്വസ്റ്റ്യനിൽ വരുന്നുണ്ട്. അപ്പോൾ ഒന്നും നോക്കാല്ല ഗ്രൂപ്പ് സെലക്റ്റഡ് ആൾട്രൂയിസം അത് ഓപ്ഷൻ സി മാത്രമേ ഗ്രൂപ്പ് എന്നുള്ളത് വരുന്നുള്ളൂ. ഇനി 56ാമത്തെ ക്വസ്റ്റ്യൻ നോക്കുക ഡാഷ് കോമ്പോണന്റ് ഓഫ് ആറ്റിറ്റ്യൂഡ്സ് റെഫേഴ്സ് ടു ദ ബിലീഫ് തോട്ട്സ് ആൻഡ് ആട്രിബ്യൂട്ട്സ് ദാറ്റ് പീപ്പിൾ വുഡ് അസോസിയേറ്റഡ് വിത്ത് ആൻ ഒബ്ജക്റ്റ്. എന്താ പറയുന്നത് മനോഭാവങ്ങളുടെ ഡാഷ് ഘടകം എന്ന് പറയുന്നത് ആളുകളുടെ എന്താ പറയുക ഒരു വസ്തുവുമായിട്ട് ബന്ധപ്പെടുത്തുന്നുണ്ട്. അതുപോലെ തന്നെ വിശ്വാസങ്ങൾ ചിന്ത ഗുണങ്ങൾ എന്നിവയൊക്കെ സൂചിപ്പിക്കുന്ന ആ ഒരു ഘടകം ഏതാണ് എന്നാണ് ക്വസ്റ്റ്യൻ. അതാണ് കൊഗ്നിറ്റീവ് അല്ലെ വൈജ്ഞാനികം കൊഗ്നിറ്റീവ്. അതായത് ഇവിടെ തുടങ്ങുന്നത് ദ ഡാഷ് കോമ്പോണന്റ് സി വെച്ചിട്ടല്ലേ തുടങ്ങുന്നത്. അപ്പോൾ സി വെച്ചിട്ട് കോമ്പോണന്റ് കൊഗ്നിറ്റീവ്. ഇവിടെ ഓപ്ഷൻ സിയിൽ മാത്രമേ ഉള്ളൂ സി വെച്ച് തുടങ്ങുന്നത്. കോഗ്നിറ്റീവ് സിയിൽ സി വെച്ച് തുടങ്ങുന്നതാണ്. സി കോമ്പോണന്റ് എന്നുള്ളിടത്ത് സി ഉണ്ട്. അങ്ങനെ കോഗ്നിറ്റീവ് എന്നുള്ളത് കിട്ടും. ഇനി 57ാമത്തെ ക്വസ്റ്റ്യൻ നോക്കുക ഡാഷ് ഈസ് ദ പെർസൂസീവ് ടെക്നിക് ദാറ്റ് ഫോക്കസ് ഓൺ പ്ലേയിങ് ടു ദ ഇൻഡിവിജ്വൽസ് ഇമോഷൻസ് അല്ലെ. എന്താ പറയണത് ഡാഷ് എന്ന് പറയുന്നത് വ്യക്തിയുടെ വികാരങ്ങളെ സ്വാധീനിക്കുന്നതിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കുന്ന പ്രേരണാ സാങ്കേതികമാണ്. ഏതാണത് എന്നാണ് താഴെ പറയുന്നതിൽ ചോദിക്കുന്നത്. അതാണ് പാത്തോസ് അല്ലെ. ഇവിടെ പെർസൂസീവ് പി വെച്ചല്ലേ തുടങ്ങുന്നത് പെർസൂസീവ് പാത്തോസ് അങ്ങനെ ഓർത്താൽ മതി. പി വെച്ചിട്ട് ഇത് മാത്രമേ ഉള്ളൂ. അപ്പോൾ പെർസൂസീവ് പാത്തോസ് 57 അങ്ങനെ കണക്ട് ചെയ്യാം. ഇനി 58ാമത്തെ ക്വസ്റ്റ്യൻ നോക്കുക ഡാഷ് ഈസ് ദ പ്രിൻസിപ്പിൾ ആൻഡ് മോറൽ പ്രാക്ടീസ് ഓഫ് കൺസേൺ ഫോർ ഹാപ്പിനെസ് ഓഫ് അതർ ഹ്യൂമൻ ബീയിങ്സ് ഓർ അതർ ആനിമൽസ് റിസൾട്ടിങ് ഇൻ എ ക്വാളിറ്റി ഓഫ് ലൈഫ് ബോത്ത് മെറ്റീരിയൽ ആൻഡ് സ്പിരിച്വൽ അല്ലേ. എന്താ പറയുന്നത് ഡാഷ് എന്ന് പറയുന്നത് മറ്റു മനുഷ്യരുടെയോ അല്ലെങ്കിൽ മറ്റു മൃഗങ്ങളുടെയോ സന്തോഷത്തിനായിട്ടുള്ള ഉത്കണ്ഠയുടെ തത്വവും ധാർമ്മിക പരിശീലനവുമാണ്. അതുപോലെ തന്നെ അതിൻ്റെ ഭൗതികവും ആത്മീയവുമായിട്ടുള്ള ഒരു ജീവിത നിലവാരം അത് ഉണ്ടാക്കുന്നുണ്ട്. അപ്പോൾ ഇതിൽ ആൻസർ നോക്കുമ്പോൾ പോസിറ്റീവ് മോഡ് പറഞ്ഞിട്ട് നമുക്ക് എന്തില്ല ഒരു ഓപ്ഷൻ വരുന്നില്ല. പിന്നെ നമുക്ക് ആൻസർ വരുന്നത് നെഗറ്റീവ് സ്റ്റേറ്റ് റിലീഫ് ഉണ്ട്. അപ്പോൾ നെഗറ്റീവ് സ്റ്റേറ്റിൽ വരുന്നത് നെഗറ്റീവും ഉണ്ട് സ്റ്റേറ്റും ക്വസ്റ്റ്യനിൽ തന്നെ വരുന്നുണ്ട്. അപ്പോൾ അതും അല്ലാന്ന് നമുക്ക് ഒഴിവാക്കാം. പിന്നെ പ്രോ സോഷ്യൽ ബിഹേവിയർ എന്നുള്ള ആൻസർ വരുന്നത് അതിൽ ക്വസ്റ്റ്യനിൽ എന്ത് വരുന്നുണ്ട് ബിഹേവിയർ എന്ന് വരുന്നുണ്ട്. അപ്പോൾ ആ ഒരു ഭാഗവും ഇവിടെ വരുന്നില്ല. അപ്പോൾ ഈ 3 ക്വസ്റ്റ്യൻ അങ്ങനെ എന്ത് ചെയ്യുക ഒഴിവാക്കിയാൽ ആൾട്രൂയിസം എന്നുള്ള ആൻസർ നമുക്ക് കിട്ടും. അപ്പോൾ ആൾട്രൂയിസം ആണ് 58ൻ്റെ ആൻസർ വരുന്നത് ഓപ്ഷൻ ഡി. ഇനി നമുക്ക് 59 നോക്കാം. ഇനി 59ാമത്തെ ക്വസ്റ്റ്യൻ നോക്കുക ഡാഷ് ഈസ് ദ പെർസൂഷൻ മെത്തേഡ് ദാറ്റ് ഫോക്കസസ് ഓൺ ഓഫറിംഗ് ഇൻ അൺറീസണബിളി ഹൈ ഓഫർ ഓൺ എ പ്രോഡക്റ്റ് വിച്ച് ഈസ് എക്സ്പെക്റ്റഡ് ടു ബി റെഫ്യൂസ്ഡ്. എന്താ പറയുന്നത് ഡാഷ് എന്നത് ഒരു ഉൽപ്പന്നത്തിന് ന്യായരഹിതമായിട്ട് ഉയർന്ന ഓഫർ എന്ത് ചെയ്യുന്നുണ്ട് വാഗ്ദാനം ചെയ്യുന്നുണ്ടെങ്കിൽ ചെയ്യുന്നതിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കുന്നുണ്ട്. അതുപോലെ തന്നെ അതെന്താണ് കേന്ദ്രീകരിക്കുന്ന ഒരു പ്രേരണ രീതിയാണ്. അതുപോലെ തന്നെ വിച്ച് ഈസ് എക്സ്പെക്റ്റഡ് ടു ബി റെഫ്യൂസ്ഡ് അതെന്ത് ചെയ്യുന്നുണ്ട് നിരസിക്കപ്പെടുമെന്ന് പ്രതീക്ഷിക്കുന്നുണ്ട്. അങ്ങനെയുള്ളതാണ് ഇതിൽ ആൻസർ വരുന്നത് ഓപ്ഷൻ സി ഡോർ ഇൻ ദ ഫേസ്. അപ്പോൾ ഇവിടെ എങ്ങനെ ഓർത്താൽ മതി റെഫ്യൂസ്ഡ് ആ ഡ വെച്ചിട്ട് ഡി വെച്ചിട്ടല്ലേ അവസാനിക്കുന്നത്. ആ ഡി വെച്ചിട്ടാണ് ഇതിൻ്റെ ആൻസർ വരുന്നത് ഡോർ ഇൻ ദ ഫേസ്. അപ്പോൾ റെഫ്യൂസ്ഡ് ഡോർ ഇൻ ദ ഫേസ്. അപ്പോൾ ഓപ്ഷൻ സി എന്നുള്ളത് കിട്ടും. ഇനി 60ാമത്തെ ക്വസ്റ്റ്യൻ നോക്കാം ഡാഷ് ഈസ് വളണ്ടറി ഇൻ്റർനാഷണൽ ബിഹേവിയർ ദാറ്റ് റിസൾട്ട് ഇൻ ബെനിഫിറ്റ് ഫോർ അനദർ പേഴ്സൺ അല്ലേ. ഡാഷ് എന്ന് പറയുന്നത് മറ്റൊരു വ്യക്തിക്ക് നേട്ടങ്ങളിൽ കലാശിക്കുന്ന സ്വമേധയാ ഉള്ളതും മനഃപൂർവ്വമായിട്ടുള്ള ഒരു പെരുമാറ്റമാണ്. ആ ഒരു പെരുമാറ്റത്തിന് പറയുന്ന പേരാണ് പ്രോ സോഷ്യൽ ബിഹേവിയർ. ഇവിടെ ഒന്നും കൺഫ്യൂഷൻ ആവല്ല. പോസിറ്റീവ് മോഡ് എന്നുള്ളത് എന്താണ് നമുക്ക് ആൻസർ ആയിട്ട് വരുന്നില്ല. പിന്നെ നെഗറ്റീവ് സ്റ്റേറ്റ് റിലീഫ് മോഡലാണെങ്കിൽ അതിൽ ക്വസ്റ്റ്യനിൽ എന്ത് വരുന്നുണ്ട് നെഗറ്റീവ് സ്റ്റേറ്റ് എന്നുള്ള വേർഡുകൾ വരുന്നുണ്ട്. പിന്നെ ആൾട്രൂയിസം എന്നുള്ളതാണെങ്കിലോ ഈ എന്താ പറയുക ആൾട്രൂയിസം പ്രോ സോഷ്യലാണ് നമുക്ക് കൺഫ്യൂഷൻ. അപ്പോൾ ബിഹേവിയർ എന്ന് വരുന്നതാകുമ്പോൾ പ്രോ സോഷ്യൽ ബിഹേവിയർ ആണ്. ബിഹേവിയർ എന്ന് ക്വസ്റ്റ്യനിൽ കാണുന്നില്ലെങ്കിൽ അവിടെ ആൻസർ വന്നത് ആൾട്രൂയിസം ആണ് അല്ലേ. 58ാമത്തെ ക്വസ്റ്റ്യന് ആൾട്രൂയിസം എന്ന് അങ്ങനെയാണ് വന്നത്. അപ്പോൾ പ്രോ സോഷ്യൽ ബിഹേവിയർ ഇൻ്റർനാഷണൽ ബിഹേവിയർ അപ്പോൾ ആ ഒരു നിലക്ക് ഓർത്താൽ അത് കിട്ടും അല്ലേ. ക്വസ്റ്റ്യനിൽ തന്നെ എന്തുണ്ട് ബിഹേവിയർ എന്ന് വരുന്നുണ്ട്. ഇനി 61ാമത്തെ ക്വസ്റ്റ്യൻ നോക്കാം. The theory dash explains how individuals evaluate their own opinion and abilities by comparing themselves to others in order to reduce uncertainty in these domains and learns how to define the self. എന്താ പറയണത് ഡാഷ് എന്ന് പറയുന്ന അതായത് ഒരു തിയറിയാണ്. ഒരു തിയറി ഈ മേഖലകളിലെ അനിശ്ചിതത്വം കുറക്കുന്നതിനും അതുപോലെ തന്നെ സ്വയം എങ്ങനെ നിർവചിക്കാം എന്ന് പഠിപ്പിക്കുന്നതിനൊക്കെ മറ്റുള്ളവരുമായിട്ട് സ്വയം താരതമ്യം ചെയ്തതുകൊണ്ട് എന്ത് ചെയ്യുന്നുണ്ട് വ്യക്തികൾ സ്വന്തം അഭിപ്രായത്തോടും കഴിവുകളോടും എങ്ങനെ വിലയിരുത്തണമെന്ന് വിശദീകരിക്കുന്നുണ്ട്. അങ്ങനെയുള്ള ആ ഒരു തിയറി ഏതാണെന്ന് കമ്പയറിങ് അല്ലേ. കമ്പയറിങ് ഒന്നും നോക്കാല്ല സോഷ്യൽ കമ്പാരിസൺ തിയറി. അപ്പോൾ കമ്പയർ ചെയ്യാണ് ഇവിടെ അല്ലേ. അപ്പോൾ മറ്റുള്ളവരുമായിട്ട് താരതമ്യം ചെയ്യുക. അപ്പോൾ കമ്പയറിങ് ആൻസർ വരുന്നത് ഓപ്ഷൻ ബി സോഷ്യൽ കമ്പാരിസൺ തിയറി. അങ്ങനെ ഓർത്താൽ കിട്ടും. ഇനി 62ാമത്തെ ക്വസ്റ്റ്യൻ നോക്കുക. സെൽഫ് പെർസെപ്ഷൻ തിയറി അല്ലേ SPT അതിൻ്റെ ഷോർട്ട് ഫോമാണ് SPT ഈസ് ആൻ അക്കൗണ്ട് ഓഫ് ആറ്റിറ്റ്യൂഡ് ഫോർമേഷൻ ഡെവലപ്ഡ് ബൈ.
ഈ സെൽഫ് പെർസെപ്ഷൻ തിയറി എന്ന് പറയുന്നത് ഡെവലപ്പ് ചെയ്തിട്ടുള്ള വ്യക്തിയാണ് ആര്? ഡാരിയൽ ബം. അപ്പോൾ സെൽഫ് സ്വയമായിട്ടല്ലേ നമ്മൾ എന്ത് ചെയ്തുക? ഡയറി എഴുതുക. അപ്പോൾ സെൽഫ് ഡയറി എന്ന് ഓർത്താൽ മതി. ഡാരിയൽ എന്നുള്ളത് ഡയറി എന്നുള്ളത് നിലക്ക് ഓർക്കുക. അപ്പോൾ സെൽഫ് ഡയറി എന്നുള്ളത് കിട്ടും. അപ്പോൾ ഡാരിയൽ ബം എന്ന് കണക്ട് ചെയ്യാൻ പറ്റും അങ്ങനെ. അപ്പോൾ സെൽഫ് പെർസെപ്ഷൻ തിയറി, ഡാരിയൽ ബം, സെൽഫ് ഡയറി എന്നുള്ള നിലക്ക് ഓർക്കുക. ഇനി 63ാമത്തെ ക്വസ്റ്റ്യൻ നോക്കുക. ഡാഷ് ഈസ് ദ ആക്ട് ഓഫ് ആൻ ഇൻഡിവിജ്വൽ അസസിങ് ദെയർ തോട്ട്സ്, ഇമോഷൻസ് ആൻഡ് ബിഹേവിയേഴ്സ്. അല്ലേ? അതായത് ഡാഷ് എന്ന് പറയുന്നത് ഒരു വ്യക്തിയുടെ ചിന്തകൾ, വികാരങ്ങൾ, പെരുമാറ്റങ്ങൾ എന്നിവ വിലയിരുത്തുന്ന ഒരു പ്രവൃത്തിയാണ്. അതാണെന്ത്? ഇൻട്രോസ്പെക്ഷൻ. അല്ലേ? ഇൻട്രോസ്പെക്ഷൻ എന്നാണ് അതിൻ്റെ ആൻസർ. അപ്പോൾ ഇവിടെ ഇൻഡിവിജ്വൽ, അപ്പോൾ അവിടെ ഐ വെച്ചിട്ടല്ലേ തുടങ്ങുന്നത്? ഇൻഡിവിജ്വൽ ഇൻട്രോസ്പെക്ഷൻ. അങ്ങനെ കണക്ട് ചെയ്താൽ ഇത് സിമ്പിളാണ്. 63ാമത്തെ ആൻസർ. ഇനി 64ാമത്തെ ക്വസ്റ്റ്യൻ നോക്കുക. ഇറ്റ് ഈസ് എ സൈക്കോളജിക്കൽ സ്റ്റേജ് ദാറ്റ് ബിഗിനിങ് ടു തിങ്ക് അബ്സ്ട്രാക്ട്ലി ആൻഡ് ദ കൺസെപ്റ്റലൈസ് ഈസ് ഓർ ഹെർ സെൽഫ് ഐഡൻറ്റിറ്റി ആൻഡ് പേഴ്സണാലിറ്റി. ദ സ്റ്റേജ് ഈസ് നോൺ ആസ്. ആ സ്റ്റേജിനെ വിളിക്കുന്ന പേരാണ് ചോദിക്കുന്നത്. എന്താണ് പറഞ്ഞിട്ടുള്ളത്? ഇത് അമൂർത്തമായിട്ട് ചിന്തിക്കാൻ തുടങ്ങുന്നതും അവൻ്റെ അല്ലെങ്കിൽ അവളുടെ സ്വയം ഐഡൻറ്റിറ്റിയും വ്യക്തിത്വവും സങ്കല്പിക്കാൻ കഴിയുന്നതുമായിട്ടുള്ള ഒരു മനഃശാസ്ത്ര ഘട്ടമാണ് ഏത് എന്നാണ് ക്വസ്റ്റ്യൻ. അല്ലേ? അതാണെന്ത്? അഡോളസൻസ്. ഇവിടെ ബാക്കിയുള്ളതിൽ 3 ഓപ്ഷനിൽ നോക്കുക. അഡൽട്ട്ഹുഡ് എന്നുണ്ട്. അപ്പോൾ 3നെയും ഓഡ് വൺ ഔട്ടാക്കി എടുത്താൽ ഈ അഡോളസൻസിൽ എന്തില്ല? അഡൽട്ട്ഹുഡ് ഇല്ല. അപ്പോൾ അഡോളസൻസ് എന്ന് ഓപ്ഷൻ ബി ആണെന്നുള്ളത് കിട്ടും. 64ാമത്തത്. ഇനി 65ാമത്തെ ക്വസ്റ്റ്യൻ നോക്കുക. സോഷ്യൽ കമ്പാരിസൺ തിയറി വാസ് ഇനീഷ്യലി പ്രൊപ്പോസ്ഡ് ബൈ സോഷ്യൽ സൈക്കോളജിസ്റ്റ്. അല്ലെ? സാമൂഹ്യ താരതമ്യ സിദ്ധാന്തം ആദ്യം മുന്നോട്ട് വെച്ചിട്ടുള്ള സാമൂഹ്യ മനഃശാസ്ത്രജ്ഞനാണ് ആര്? ലിയോൺ ഫെസ്റ്റിംഗർ. ഈ 62ാമത്തെ ക്വസ്റ്റ്യനും 65ാമത്തെ ക്വസ്റ്റ്യനും ഒരേ ഓപ്ഷൻ ആയതുകൊണ്ട് തന്നെ മറ്റേത് നമ്മൾ പറഞ്ഞു സെൽഫ് ഡയറിയൽ. അല്ലേ? സെൽഫ് ഡയറി എന്നുള്ള നിലക്കോർത്താൽ അത് കിട്ടും. അവിടെ ഫസ്റ്റ് തന്നെ വരുന്നത് സെൽഫ് ഡയറിയാണ്. ഇവിടെ സോഷ്യൽ എന്നാണ് തുടക്കം വരുന്നത്. അപ്പോൾ ആ എല്ലാം അവസാനിക്കുന്നത് കൊണ്ടാണ് ആൻസർ തുടങ്ങുന്നത് എന്ന് ഓർക്കുക. ലിയോൺ ഫെസ്റ്റിംഗർ. മറ്റേ സെൽഫിൽ എഫ് ആണ് അവസാനിക്കുന്നത്. അപ്പോൾ എഫ് വെച്ചിട്ടല്ല അവിടെ ആൻസർ. ഡാരിയൽ ബം ആണ്. അപ്പോൾ ഇവിടെ 65ാമത്തെ ക്വസ്റ്റ്യന് സോഷ്യൽ എൽ വെച്ചിട്ടല്ല അവസാനിക്കുന്നത്. ആ എൽ വെച്ചിട്ടാണ് ലിയോൺ ഫെസ്റ്റിംഗർ എന്ന് തുടങ്ങുന്നത്. അപ്പോൾ സോഷ്യൽ കമ്പാരിസൺ തിയറി ലിയോൺ ഫെസ്റ്റിംഗർ. ഇനി 66ാമത്തെ ക്വസ്റ്റ്യൻ നോക്കാം. വിച്ച് ഓഫ് ദ ഫോളോയിങ് ഈസ് നോട്ട് എ ടൈപ്പ് ഓഫ് എ മോട്ടിവേഷൻ. അല്ലേ? ഇനി പറയുന്നവയിൽ ഏതാണ് ഒരു തരം മോട്ടിവേഷൻ അല്ലാത്തതാണ് ചോദിച്ചിട്ടുള്ളത്? നോട്ട് എ ടൈപ്പ് ഓഫ് എ മോട്ടിവേഷൻ ആണ്. അപ്പോൾ അതാണ് അസോസിയേറ്റീവ്. നോട്ട് എ ടൈപ്പ് ഓഫ് എ മോട്ടിവേഷൻ, അസോസിയേറ്റീവ് എന്നുള്ളത് ഓർക്കുക. അസോസിയേറ്റീവ് എന്നുള്ളൊരു ഓപ്ഷൻ വരുന്നുണ്ട് എന്നുള്ളത് ഓർത്താൽ നമുക്ക് കിട്ടും അസോസിയേറ്റീവ് എന്നുള്ളത്. ഇനി 67 നോക്കാം. ഡാഷ് ഈസ് എ മെൻ്റൽ ആൻഡ് ന്യൂറൽ സ്റ്റേറ്റ് റീഡിനെസ് ഓർഗനൈസ്ഡ് ത്രോ എക്സ്പീരിയൻസ്. അതേപോലെ തന്നെ എക്സെർട്ടിങ് ഡയറക്റ്റഡ് ഓർ ഡൈനാമിക്സ് ഇൻഫ്ലുവൻസ് അപ്പോൺ ദ ഇൻഡിവിജ്വൽസ് റെസ്പോൺസ് ടു ആൾ ഒബ്ജക്റ്റ് ആൻഡ് സിറ്റുവേഷൻസ് വിത്ത് വിച്ച് ഈസ് റിലേറ്റഡ്. എന്താ പറയുന്നത്? ഡാഷ് എന്ന് പറയുന്നത് മാനസികവും അതുപോലെ തന്നെ നാഡീപരവുമായിട്ടുള്ള ഒരു സന്നദ്ധതയാണ്. അത് അനുഭവത്തിലൂടെയും അതുപോലെ തന്നെ സംഘടിപ്പിക്കപ്പെട്ടതും അത് ബന്ധപ്പെട്ടിരിക്കുന്ന എല്ലാ വസ്തുതകളോടും സാഹചര്യങ്ങളോടും വ്യക്തിയുടെ പ്രതികരണത്തിൽ ഒരു നിർദ്ദേശാത്മകമോ അല്ലെങ്കിൽ ചലനാത്മകമായിട്ടുള്ള ഒരു സ്വാധീനം ചെലുത്തുന്നതുമാണ്. അങ്ങനെയുള്ളത് താഴെ പറയുന്നതിൽ ഏതാണെന്നാണ് ക്വസ്റ്റ്യൻ. ഇപ്പോൾ ഇവിടെ റിലേറ്റഡ് ആറ്റിറ്റ്യൂഡ്, അത് ഏകദേശം ഒരേ ഇതിലല്ലേ അവസാനിക്കുന്നത്? റിലേറ്റഡ് ആറ്റിറ്റ്യൂഡ്. അങ്ങനെ ഓർത്താൽ അത് കിട്ടും. അപ്പോൾ ആൻസർ വരുന്നത് ഓപ്ഷൻ സി ആണ്, റിലേറ്റഡ് ആറ്റിറ്റ്യൂഡ്. അങ്ങനെ ഓർത്താൽ മതി. ഇവിടെ പെർസെപ്ഷന് പേഴ്സണാലിറ്റി എന്നൊക്കെ വരുന്നുണ്ട്. രണ്ടും പി വെച്ചിട്ടാണ്. അപ്പോൾ ഇവിടെ റിലേറ്റഡ് അതുപോലെ തന്നെ ആറ്റിറ്റ്യൂഡ് അങ്ങനെ കണക്ട് ചെയ്യാം. ഇനി 68ാമത്തെ ക്വസ്റ്റ്യൻ നോക്കാം. ഡാഷ് ഈസ് ദ പ്രോസസ് ബൈ വിച്ച് ആൻ ഇൻഡിവിജ്വൽ അക്വയർസ് നോളജ്, ആറ്റിറ്റ്യൂഡ്സ് ആൻഡ് സ്കിൽസ് ദാറ്റ് ആർ നെസസറി ടു മീറ്റ് ദ ഡിമാൻഡ്സ് ഓഫ് ലൈഫ് ഇൻ ദ സൊസൈറ്റി. എന്താ പറയണത്? സമൂഹത്തിലെ ജീവിതത്തിൻ്റെ ആവശ്യങ്ങൾ നിറവേറ്റുന്നതിന് ആവശ്യമായിട്ടുള്ള അറിവ്, മനോഭാവങ്ങൾ, കഴിവുകൾ എന്നിവ ഒരു വ്യക്തി നേടുന്ന പ്രക്രിയക്ക് പറയുന്ന പേരാണ് എന്ത് എന്നാണ് ക്വസ്റ്റ്യൻ. സോഷ്യൽ ലേണിംഗ് ആണ് വരുന്നത്. അല്ലേ? ഇവിടെ സ്കില്ല് അതുപോലെ തന്നെ നോളേജൊക്കെ വരുമ്പോൾ ലേണിംഗ്, അതേപോലെ അങ്ങനെ കണക്ട് ചെയ്യാം. അതല്ലെങ്കിലോ ഈ 4 ഓപ്ഷൻ നോക്കിയാൽ ഓഡ് വൺ ഔട്ടാക്കി എടുക്കാം. ഇതിൽ സോഷ്യൽ ലേണിംഗ് എന്ന് പറയുന്ന 2 ടേമാണ്, മറ്റേത് 3 എന്താണ് ഒറ്റ ടേമായിട്ടാണ് ഉള്ളത്. അങ്ങനെ ഓർത്താലും കിട്ടും. ഇനി 69ാമത്തെ ക്വസ്റ്റ്യൻ നോക്കുക. ഡാഷ് ഈസ് ദ പ്രോസസ് ഓഫ് ഡ്രോയിങ് കൺക്ലൂഷൻ ഫ്രം പ്രിമൈസസ് ആൻഡ് എവിഡൻസ്. അല്ലേ? അതായത് പരിസരങ്ങളിൽ നിന്നും തെളിവുകളിൽ നിന്നൊക്കെ എത്തിച്ചേരുന്ന പ്രക്രിയയൊക്കെ പറയുന്ന പേരാണ് എന്ത്? റീസണിങ്. അപ്പോൾ ഡ്രോയിങ്, റീസണിങ് അങ്ങനെ INGയിൽ അവസാനിക്കുന്ന ആ ഒരു ഇത് കണക്കിൽ എടുത്താൽ മതി. ഡ്രോയിങ് അതുപോലെ തന്നെ റീസണിങ് എന്നുള്ള നിലക്ക് ഓർക്കുക. ബാക്കിയുള്ളതൊക്കെ എന്താണ്? എസ്സിലോ അല്ലെങ്കിൽ എന്നിലോ അവസാനിക്കണം. ഇവിടെ ING എന്നുള്ളത് അവസാനിക്കുന്നത് ഓർത്താൽ അത് കിട്ടും. 69. ഇനി 70ാമത്തെ ക്വസ്റ്റ്യൻ നോക്കുക. ഡാഷ് ഈസ് ആൻ അൺഫേവറബിൾ ആറ്റിറ്റ്യൂഡ്, എ predisposition to perceive, act, think and feel in ways that are against rather than for another person or group. എന്താ പറയുന്നത് ഇവിടെ?
അതായത് ഡാഷ് എന്ന് പറയുന്നത് ഒരു പ്രതികൂല മനോഭാവമാണല്ലേ, അൺഫേവറബിൾ ആറ്റിറ്റ്യൂഡാണ്. അതുപോലെ തന്നെ മറ്റൊരു വ്യക്തിക്കോ ഗ്രൂപ്പിനോ വേണ്ടിയിട്ടല്ല, മറിച്ച് എതിർക്കുന്ന രീതിയിൽ ഗ്രഹിക്കാനും പ്രവർത്തിക്കാനും അനുഭവിക്കാനുമുള്ള ഒരു പ്രവണത കൂടിയാണ് എന്നാണ് പറയുന്നത്. അതെന്താണെന്നാണ് ക്വസ്റ്റ്യൻ. അതിൻ്റെ ആൻസർ വരുന്നത് പ്രജുഡൈസ് ആണ്. അപ്പോൾ ഇതിൻ്റെ അർത്ഥം അറിഞ്ഞാലുള്ളൂ പ്രജുഡൈസ് കിട്ടുക. കാരണം പ്രജുഡൈസും പെർസെപ്ഷനും വരുന്നതിൽ പിന്നെ ഇത് രണ്ടും അല്ലാതെ വരുന്ന ക്വസ്റ്റ്യനും വരുന്നുണ്ട്. കാരണം 73-ൽ പ്രജുഡൈസും പെർസെപ്ഷനും വരുന്നിടത്ത് പ്രജുഡൈസ് അല്ല ആൻസർ വരുന്നത്. അപ്പോൾ അതുകൊണ്ട് ഇത് ഒന്ന് ഓർത്ത് വെക്കുക തന്നെ വേണം, പ്രജുഡൈസ് എന്നുള്ളത്. പേഴ്സൺ ഓർ ഗ്രൂപ്പ് പ്രജുഡൈസ് ആണെന്നുള്ള നിലക്ക് അത് മാത്രം എഴുതിയിട്ട് പഠിച്ചാൽ കിട്ടും. ഇനി 71-ാമത്തെ ക്വസ്റ്റ്യൻ നോക്കുക. വിച്ച് ഓഫ് ദ ഫോളോയിങ് ഈസ് നോട്ട് എ ക്യാരക്ടറിസ്റ്റിക്സ് ഓഫ് എ ക്രൗഡ്, അല്ലേ? ജനക്കൂട്ടം അല്ലെങ്കിൽ എന്താ പറയുക, ക്രൗഡ് പറഞ്ഞാൽ തിരക്ക്, ആ ഒരു അതിൻ്റെ സവിശേഷത അല്ലാത്തതാണ് ചോദിച്ചിട്ടുള്ളത്. താഴെ പറയുന്നവയിൽ ഏതാണ് ഒരു ജനക്കൂട്ടത്തിൻ്റെ സവിശേഷത അല്ലാത്തതെന്നാണ് ചോദിച്ചിട്ടുള്ളത്. അപ്പോൾ ഇവിടെ നോട്ട് എ ക്യാരക്ടറിസ്റ്റിക്സ് ആണ് ചോദിച്ചെങ്കിലും നമ്മളിവിടെ കണക്ട് ചെയ്യാൻ വേണ്ടിയിട്ട് സി എന്നുള്ളത് എടുക്കുക. ക്യാരക്ടറിസ്റ്റിക്സ് അല്ല ചോദിക്കുന്നത്, അതേപോലെ ക്രൗഡാണ് ചോദിക്കുന്നത്. അപ്പോൾ അതിൻ്റെ ആൻസർ സി എന്നുള്ള ഓപ്ഷനാണ് വരുന്നത്, അല്ലേ? ക്രൗഡ്, ക്യാരക്ടറിസ്റ്റിക്സ് ഒക്കെ സി വെച്ച് തുടങ്ങുന്നതാണ്. അപ്പോൾ അതിൻ്റെ ആൻസർ സി ഓപ്ഷനാണ് എന്നുള്ളത് എനിക്ക് ഓർത്താൽ മതി. പ്രീ ഡിറ്റർമൈൻഡ് റൂൾസ് ഓഫ് ബിഹേവിയർ, അതായത് മുൻകൂട്ടി നിശ്ചയിച്ചിട്ടുള്ള പെരുമാറ്റ നിയമങ്ങൾ എന്തെല്ലാം ഈ ഒരു ജനക്കൂട്ടത്തിൻ്റെ സ്വഭാവ സവിശേഷത അല്ല എന്ന് ഓർത്തു വെക്കുക. ഇനി 72-ാമത്തെ ക്വസ്റ്റ്യൻ നോക്കുക. ദ നാച്ചർ ഓഫ് പ്രജുഡൈസ് ഓതേർഡ് ബൈ, അല്ലേ? ദ നാച്ചർ ഓഫ് പ്രജുഡൈസ് എന്നുള്ളത് എഴുതിയത് ആരാന്നാണ് ക്വസ്റ്റ്യൻ. ഇവിടെ ആൻസർ വരുന്നത് GW ആൾപോർട്ടാണ്. എന്താണ്? GW ആൾപോർട്ട്. അപ്പോൾ ഇത് ദ നാച്ചർ ഓഫ് പ്രജുഡൈസ് എന്ന് മാത്രം എഴുതിയിട്ട് GW ആൾപോർട്ട് എന്നൊന്ന് എഴുതി പഠിച്ചാൽ ഇത് പഠിക്കും. ദ നാച്ചർ ഓഫ് പ്രജുഡൈസ് GW ആൾപോർട്ട്. ഇനി 73-ാമത്തെ ക്വസ്റ്റ്യൻ നോക്കുക. ഡാഷ് ക്യാൻ ആൾസോ സിംപ്ലി ഡിഫൈൻഡ് ആസ് എൽഡിങ് ടു ഗ്രൂപ്പ് പ്രഷർ, അല്ലേ? എന്താ പറയുന്നത്? ഡാഷ് എന്ന് പറയുന്നത് ഗ്രൂപ്പ് സമ്മർദ്ദങ്ങൾക്ക് വഴങ്ങുക എന്ന് ലളിതമായിട്ട് നിർവചിക്കാം. അതാണ് കൺഫോർമിറ്റി, അല്ലേ? അപ്പോൾ ഇവിടെ സ്റ്റാർട്ട് ചെയ്യണത് തന്നെ എന്ത് വെച്ചിട്ടാണ്? സി വെച്ചിട്ടാണ്. ഡാഷ് ക്യാൻ, അപ്പോൾ സി വെച്ചിട്ടാണ് സ്റ്റാർട്ട് ചെയ്യണത്. അപ്പോൾ അതിൻ്റെ ആൻസറും കൺഫോർമിറ്റി. അങ്ങനെ കണക്ട് ചെയ്താൽ മതി. ക്യാൻ, കൺഫോർമിറ്റി. ഇനി 74-ാമത്തെ ക്വസ്റ്റ്യൻ നോക്കാം. Dash involves the constructions of questionnaires which are administered by interviews to representative samples of the public, അല്ലേ? എന്താ പറയണത്? പൊതുജനങ്ങളുടെ പ്രതിനിധി സാമ്പിളുകളിലേക്ക് അഭിമുഖം നടത്തുവാൻ നൽകുന്ന ചോദ്യാവലികളുടെ നിർമ്മാണം ഇതിൽ പെടുന്നു. ഏതിലാണ് പെടുന്നതെന്ന് ചോദിച്ചാൽ, അപ്പോൾ സാമ്പിൾസ്, അല്ലേ? അതെടുക്കുക, അതിൽ ഇമ്പോർട്ടൻ്റ് ആയിട്ട് ആ സാമ്പിളിനെ കാണുക. അപ്പോൾ ആ എസ് വെച്ചിട്ടാണ് എന്ത് ചെയ്യണത്? സർവേ. അപ്പോൾ സാമ്പിളുകളിലേക്കാണ് എന്ത് ചെയ്യുന്നത്? അഭിമുഖം നടത്തുന്നത്. അപ്പോൾ സാമ്പിൾ സർവേ അങ്ങനെ കണക്ട് ചെയ്താൽ അത് കിട്ടും. ഇനി 75-ാമത്തെ ക്വസ്റ്റ്യൻ നോക്കുക. ഇങ്ക് ബ്ലോട്ട് ടെസ്റ്റ് വാസ് ഡെവലപ്ഡ് ബൈ, അല്ലേ? ഇങ്ക് ബ്ലോട്ട് ടെസ്റ്റ് ഡെവലപ്പ് ചെയ്തിട്ടുള്ള വ്യക്തിയാണ് ആര്? ഹെർമൻ റോസ്ചാക്ക്, അല്ലേ? ഹെർമൻ റോസ്ചാക്ക്. അപ്പോൾ ഒരു പ്രത്യേക തരം പേരായതുകൊണ്ട് തന്നെ അത് നമുക്ക് കിട്ടേണ്ടതാണ്, ഹെർമൻ റോസ്ചാക്ക്. ഇനി 76-ാമത്തെ ക്വസ്റ്റ്യൻ നോക്കുക. വിച്ച് ഓഫ് ദ ഫോളോയിങ് ഈസ് നോട്ട് എ ക്യാരക്ടറിസ്റ്റിക്സ് ഓഫ് പ്രജുഡൈസ്, അല്ലേ? പ്രജുഡൈസിൻ്റെ സവിശേഷത അല്ലാത്തത് ഏതാണെന്നാണ് ക്വസ്റ്റ്യൻ, അല്ലേ? മുൻവിധിയുടെ സവിശേഷത അല്ലാത്തത് ഏതാണെന്നാണ് ക്വസ്റ്റ്യൻ. ആൻസർ വരുന്നത് ഓപ്ഷൻ സി ആണ്. പ്രജുഡൈസ് ഈസ് റാഷണൽ. അതായത് ഇവിടെ രണ്ട് പ്രജുഡൈസ് ഈസ് എന്ന് പറഞ്ഞിട്ട് വരുന്നുണ്ട്. ഒന്ന് പ്രജുഡൈസ് ഈസ് ഫങ്ഷണലും ഒന്ന് പ്രജുഡൈസ് ഈസ് റാഷണലും. ഇതിന് ആൻസർ വരുന്നത് പ്രജുഡൈസ് ഈസ് റാഷണൽ. അപ്പോൾ ഇവിടെ പ്രജുഡൈസിൻ്റെ ക്യാരക്ടറിസ്റ്റിക്സ് അല്ലാത്തതാണ് ചോദിച്ചിട്ടുള്ളത്. അപ്പോൾ ക്യാരക്ടറിസ്റ്റിക്സ് എന്നുള്ളതിൽ റാഷണൽ, അല്ലേ? ആ ഒരു റാ എന്നുള്ള ആ ഒരു ഇത് ഉച്ചാരണം വരുന്നത് കൊണ്ട് അങ്ങനെ കണക്ട് ചെയ്തിട്ട് പ്രജുഡൈസ് ഈസ് റാഷണൽ എന്നുള്ളത് ഓർത്ത് വെക്കുക. അങ്ങനെ ആകുമ്പോൾ അത് മാറിപ്പോകില്ല. 77-ാമത്തെ ക്വസ്റ്റ്യൻ നോക്കുക. ഡാഷ് ഹാസ് ബീൻ റെക്കഗ്നൈസ്ഡ് ആസ് വൺ ഓഫ് ദ എക്സ്പ്ലനേഷൻ ഓഫ് ഹൗ ദ ചൈൽഡ് ലേൺ ന്യൂ ബിഹേവിയർ, ന്യൂ റോൾസ് ആസ് വെൽ ആസ് ഹൗ ഹി ഡെവലപ്സ് ഇന്റേണൽ കൺട്രോൾ ഓർ എ കോൺസെൻസ്. എന്താ പറയുന്നത്? ഡാഷ് എന്ന് പറയുന്നത് കുട്ടി എന്താ പറയുക, പുതിയ പെരുമാറ്റം, അതുപോലെ തന്നെ പുതിയ റോളുകളെ എങ്ങനെ പഠിക്കുന്നു എന്നതിൻ്റെയും അതുപോലെ തന്നെ ആന്തരിക നിയന്ത്രണങ്ങൾ അല്ലെങ്കിൽ മനസാക്ഷി എങ്ങനെ വികസിപ്പിക്കുന്നു എന്നതിൻ്റെയൊക്കെ ഒരു വിശദീകരണങ്ങൾ ഒന്നായിട്ട് എന്ത് ചെയ്യുന്നുണ്ട്? ഇത് അംഗീകരിക്കപ്പെടുന്നുണ്ട്. അതാണ് ക്വസ്റ്റ്യൻ. അത് ഏതാണെന്നാണ് ക്വസ്റ്റ്യൻ. അപ്പോൾ ഐഡന്റിഫിക്കേഷൻ, ഇതിൻ്റെ ആൻസർ വരുന്നത് ഐഡന്റിഫിക്കേഷൻ. ഇവിടെ എക്സ്പ്ലനേഷൻ, ഐഡന്റിഫിക്കേഷൻ അങ്ങനെ ഓർത്താൽ മതി. എക്സ്പ്ലനേഷൻ, ഐഡന്റിഫിക്കേഷൻ. ഓക്കെ, അപ്പോൾ അത് അങ്ങനെ കണക്ട് ചെയ്താൽ കിട്ടും. ഇനി 78-ാമത്തെ ക്വസ്റ്റ്യൻ നോക്കുക. തീമാറ്റിക് അപ്പർസെപ്ഷൻ ടെസ്റ്റ്, അല്ലേ? TAT ഈ വാസ് ഡെവലപ്ഡ് ബൈ, അതായത് തീമാറ്റിക് അപ്പർസെപ്ഷൻ ടെസ്റ്റ് ഡെവലപ്പ് ചെയ്ത വ്യക്തിയാണ് ചോദിച്ചിട്ടുള്ളത്. അപ്പോൾ ഇവിടെ ഒന്നും നോക്കാല്ല, ഹെൻറി എ മുറയാണ്. ഈ ഹെൻറി എ മുറ എന്നുള്ളതിന് മാത്രമുള്ള എന്ത് ഒരു ഇനീഷ്യൽ ലെറ്റർ അവിടെ സെൻറ്ററിൽ വരുന്നത്. അപ്പോൾ അങ്ങനെ കണക്ട് ചെയ്താൽ കിട്ടും. ഹെൻറി എ മുറയാണ് തീമാറ്റിക് അപ്പർസെപ്ഷൻ ടെസ്റ്റ് ഡെവലപ്പ് ചെയ്ത ആൾ. ഇനി 79-ാമത്തെ ക്വസ്റ്റ്യൻ നോക്കാം. അപ്പോൾ നോക്കുക. ദ വേർഡ് സ്റ്റീരിയോ ടൈപ്പ് വാസ് ഫസ്റ്റ് യൂസ്ഡ് ബൈ, അല്ലേ?
അതായത് സ്റ്റീരിയോ ടൈപ്പ് എന്ന് പറയുന്ന വേർഡ് ആദ്യമായിട്ട് ഉപയോഗിച്ചത് ആരാണെന്നാണ് ക്വസ്റ്റ്യൻ. അപ്പോൾ ഇവിടെ മനസ്സിലാക്കാൻ വാട്ടർ ലിപ്മാൻ എന്ന് പറയുന്ന ഒരൊറ്റ ഓപ്ഷനുള്ളൂ ഇതിൽ. നമുക്ക് ബാക്കിയുള്ള ഓപ്ഷനൊന്നും വേറെ ഒന്നിലും വരുന്നില്ല എന്നുള്ള നിലക്ക് അങ്ങനെ ഓർക്കുക. അതല്ലെങ്കിലോ ഇവിടെ വേർഡാണ് ചോദിച്ചിട്ടുള്ളത്, സ്റ്റീരിയോ ടൈപ്പ് എന്നുള്ള വേർഡാണ് ചോദിച്ചിട്ടുള്ളത്. അപ്പോൾ വേർഡ് എന്നുള്ളത് WH അല്ലേ തുടങ്ങുന്നത്. അതേപോലെ തന്നെ ഇതിൻ്റെ വ്യക്തിൻ്റെ നെയിമും വാട്ടർ ലിപ്മാൻ WH ആണ് തുടങ്ങുന്നത് എന്ന് ഓർത്താൽ അങ്ങനെയും കണക്ട് ചെയ്താൽ കിട്ടും. ഇനി 80ാമത്തെ ക്വസ്റ്റ്യൻ നോക്കാം. ഇൻ ഡാഷ് ദ ലേണർ പ്രൊസീഡ്സ് ബ്ലൈൻഡ്ലി, ട്രൈസ് ഇൻ വാരിയസ് ഡയറക്ഷൻ, കമ്മിറ്റ് എറേഴ്സ്, എലിമിനേറ്റ്സ് ദം ആൻഡ് ഫൈനലി അറൈവ്സ് അറ്റ് ദ സക്സസ്ഫുൾ റെസ്പോൺസ്. എന്താ പറയണത്? അതായത് ഒരു പഠിതാവ് അന്ധമായിട്ട് മുന്നോട്ട് പോകുന്നു, അതുപോലെ തന്നെ വിവിധ ദിശകളിൽ എന്താ പറയുക ശ്രമിക്കുന്നു, അതുപോലെ തന്നെ പിശകുകൾ വരുത്തുന്നു അല്ലേ, കമ്മിറ്റ് എറേഴ്സ്, പിശകുകൾ വരുത്തുന്നു, അതുപോലെ തന്നെ അവ എന്ത് ചെയ്യുന്നുണ്ട്, ഇല്ലാതെയാക്കുന്നു, പിന്നെ ഒടുവിൽ എന്താകുന്നുണ്ട്, പിന്നെ വിജയകരമായിട്ടൊരു പ്രതികരണത്തിൽ എത്തിച്ചേരുന്നുണ്ട്. അപ്പോൾ ട്രൈ ഈസ് ദ ബെസ്റ്റ് അല്ലേ, ട്രൈ ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ എന്താവും, പിന്നെ ഒരു നല്ലൊരു ഇതിലേക്കും. അപ്പോൾ അങ്ങനെ ഓർത്താൽ എന്താവും, ട്രയൽ എന്നുള്ള ആ ഒരു വാക്ക് കിട്ടിക്കഴിഞ്ഞാൽ ഈ ആൻസർ കിട്ടും. അതല്ലെങ്കിലോ ഇവിടെ ആൻഡ് വെച്ച് ജോയിൻ ചെയ്തിട്ടുള്ള ഒരൊറ്റ ആൻസറുള്ളൂ ഈ ഒരു ഇത്, അങ്ങനെ ഓർക്കുക. ഇനി അതല്ലെങ്കിലോ ഈ ക്വസ്റ്റ്യനിൽ എറർ എന്ന് വരുന്ന വേർഡ് വരുന്നുണ്ട്, ഈ ആൻസറിലും എറർ എന്നുള്ള വേർഡ് വരുന്നുണ്ട്, അങ്ങനെ ഓർത്താലും ഇത് കിട്ടും, ട്രയൽ ആൻഡ് എറർ എന്നുള്ളത്. ഏത് നിലക്കാണ് ഓർക്കാൻ സിമ്പിൾ എന്ന് വെച്ചാൽ ആ ഒരു രീതിയിൽ ഓർത്താൽ 80ൻ്റെ ആൻസറും ഓക്കെ. ഇനി 81ാമത്തെ ക്വസ്റ്റ്യൻ നോക്കാം. ഇനി 81ാമത്തെ ക്വസ്റ്റ്യൻ നോക്കുക. ഡാഷ് റെഫേഴ്സ് ടു ദസ് ഇൻസ്റ്റൻസ് വെൻ എ ഗ്രൂപ്പ്സ് ഡിസിഷൻ ഈസ് സബ്സ്റ്റൈൻലി ഇൻഫ്ലുവൻസ്ഡ് ബൈ ദ വ്യൂസ് ഓഫ് ആൻ ഇൻഡിവിജ്വൽ ഓർ എ സ്മാൾ സബ്സെറ്റ് ഇൻഡിവിജ്വൽ ദാറ്റ് ആർ നോട്ട് ഇൻ ലൈൻ വിത്ത് ദ വ്യൂസ് ഓഫ് മോസ്റ്റ് ഗ്രൂപ്പ് മെമ്പേഴ്സ്. അവിടെ എന്താ പറയണത്? ഡാഷ് എന്ന് പറയുന്നത് ഒരു വ്യക്തിയുടെയോ അല്ലെങ്കിൽ മിക്ക ഗ്രൂപ്പ് അംഗങ്ങളുടെയോ വീക്ഷണങ്ങളുമായിട്ട് പൊരുത്തപ്പെടാത്ത വ്യക്തികളുടെ ഒരു ചെറിയ ഉപവിഭാഗത്തിൻ്റെയോ അല്ലെങ്കിൽ വീക്ഷണങ്ങളാൽ ഒരു ഗ്രൂപ്പിൻ്റെ തീരുമാനത്തെ സാരമായിട്ട് സ്വാധീനിക്കുന്ന സന്ദർഭങ്ങളെയോ അല്ലെങ്കിൽ സൂചിപ്പിക്കുന്നത് എന്തെന്നാണ് ക്വസ്റ്റ്യൻ. അപ്പോൾ ഇവിടെ ക്വസ്റ്റ്യനിൽ തന്നെ എന്ത് വരുന്നുണ്ട്, ഇൻഫ്ലുവൻസ്ഡ് എന്ന് വരുന്നുണ്ട്. അപ്പോൾ ആൻസറിൽ ഇൻഫ്ലുവൻസ് എന്ന് വരുന്നത് ഓപ്ഷൻ എ മാത്രമേ ഉള്ളൂ, മൈനോറിറ്റി ഇൻഫ്ലുവൻസ്. അപ്പോൾ അങ്ങനെ കണക്ട് ചെയ്താൽ അത് കിട്ടും. ഇനി 82ാമത്തെ ക്വസ്റ്റ്യൻ നോക്കാം. 82ാമത്തെ ക്വസ്റ്റ്യൻ നോക്കുക. ഡാഷ് ഈസ് എ ജഡ്ജ്മെൻറ്റ് ബിഫോർ ഡ്യൂ എക്സാമിനേഷൻ ഓഫ് ദ ഫാക്ട് ഈ പ്രീമാച്ചുർ ഓർ ഹാസ്റ്റി ജഡ്ജ്മെൻറ്റ്. ഇവിടെയും തന്നെ പ്രജുഡൈസും വരുന്നുണ്ട്, പെർസെപ്ഷനും വരുന്നുണ്ട്. അപ്പോൾ ഇത് എന്ത് ചെയ്യണം, ജഡ്ജ്മെൻറ്റ് എന്ന് വരുന്നത് എന്താണ്, പ്രജുഡൈസ് എന്നുള്ള നിലക്ക് ഓർക്കുക അല്ലേ. വസ്തുക്കൾ പരിശോധിക്കുന്നതിന് മുമ്പുള്ള ഒരു വിധിന്യായം അല്ലേ. അപ്പോൾ അകാല അല്ലെങ്കിൽ തുടക്കത്തിൽ തന്നെ എന്ത് ചെയ്യുക, വിധിക്കുക, അതിനെയാണ് എന്ത് പറയുന്നത്, പ്രജുഡൈസ്. അപ്പോൾ ജഡ്ജ്മെൻ്റ് ആണ് പ്രജുഡൈസ്. അപ്പോൾ ആ ഒരു നിലക്ക് ഓർത്താൽ കിട്ടും ജഡ്ജ്മെൻറ്റ് പ്രജുഡൈസ്, മുൻവിധി, അതുപോലെ തന്നെ ജഡ്ജ്മെൻറ്റ് എന്താണ്, വിധിക്കുക എന്നുള്ളത്. അപ്പോൾ ആ ഒരു കണക്ഷൻ കൊടുത്താൽ പ്രജുഡൈസ് ആണെന്നുള്ളത് കിട്ടും. 83ാമത്തെ ക്വസ്റ്റ്യൻ നോക്കുക. ഹൂ പ്രൊപ്പോസ്ഡ് സോഷ്യൽ കൺസ്ട്രക്റ്റിവിസം അല്ലേ, അതായത് അല്ലെങ്കിൽ സോഷ്യൽ ലേണിംഗ് തിയറി, അത് വികസിപ്പിച്ചിട്ടുള്ള വ്യക്തിയാണ് ആര്, ലേവ് വൈഗോട്സ്കി. അതായത് സോഷ്യൽ ലേണിംഗ് തിയറിയാണ്. അപ്പോൾ ലേണിംഗ് എന്ന് തുടങ്ങുന്നത് എന്താണ്, എൽ വെച്ചിട്ടല്ലേ. അപ്പോൾ ലേവ് വൈഗോട്സ്കി അങ്ങനെ ഓർത്താൽ അത് കിട്ടും. 84ാമത്തെ ക്വസ്റ്റ്യൻ നോക്കുക. വെൻ ആൻ ഇൻഡിവിജ്വൽ ആക്സെപ്റ്റ് ഇൻഫ്ലുവൻസ് ബിക്കോസ് ദ കണ്ടന്റ് ഓഫ് ദ ഇൻഡ്യൂസ്ഡ് ബിഹേവിയർ ദ ഐഡിയാസ് ആൻഡ് ആക്ഷൻസ് ഓഫ് വിച്ച് ഇറ്റ് ഈസ് കമ്പോസ്ഡ് ഈസ് ഇൻട്രിൻസിക്കലി റിവാർഡിങ് ഇറ്റ് ഈസ് കാൾഡ് ഡാഷ്. എന്താ പറയുന്നത്, പ്രേരിതമായിട്ടുള്ള പെരുമാറ്റത്തിൻ്റെ ഉള്ളടക്കം അത് രചിക്കപ്പെട്ട ആശയങ്ങളും പ്രവർത്തനങ്ങളും അതുപോലെ തന്നെ ആന്തരികമായിട്ടുള്ള പ്രതിഫലമായതിനാൽ ഒരു വ്യക്തി സ്വാധീനത്തെ അംഗീകരിക്കുമ്പോൾ അതിനെന്താണ് വിളിക്കുക എന്നാണ് ക്വസ്റ്റ്യൻ. അതിനെ വിളിക്കുന്ന പേരാണ് ഇൻറ്റേർണലൈസേഷൻ അല്ലേ. അപ്പോൾ ഇവിടെ ഇൻട്രിൻസിക്കലി ഇൻറ്റേർണലൈസേഷൻ അങ്ങനെ ഓർത്താൽ ഇത് ആൻസർ കിട്ടും. IN വെച്ചിട്ടല്ലേ. അതേപോലെ തന്നെ ഇൻഡിവിജ്വൽ IN വെച്ചിട്ടാണ്, ഇൻഡ്യൂസ്ഡ് IN വെച്ചിട്ടാണ്. അപ്പോൾ I വെച്ചിട്ട് 2 ആൻസർ വരുന്നുണ്ട്, ഒന്ന് ID ആണ്, ഒന്ന് IN ആണ്. അപ്പോൾ ആ IN എന്നുള്ള നിലക്ക് ഓർത്താൽ ഇൻറ്റേർണലൈസേഷൻ ഓപ്ഷൻ C എന്നുള്ളത് കിട്ടും. ഡാഷ് ഈസ് ദ ആക്ട് ഓഫ് മാച്ചിങ് ആറ്റിറ്റ്യൂഡ്സ് ബിലീഫ് ആൻഡ് ബിഹേവിയേഴ്സ് ടു ഗ്രൂപ്പ് നോംസ് പൊളിറ്റിക്സ് ഓർ ബീയിങ് ലൈക്ക് മൈൻഡഡ് അല്ലേ. എന്താ പറയണത്, ഡാഷ് എന്ന് പറയുന്ന വേർഡ് മനോഭാവങ്ങൾ, അതുപോലെ തന്നെ വിശ്വാസങ്ങൾ, അതുപോലെ പെരുമാറ്റങ്ങൾ എന്നിവ ഗ്രൂപ്പ് മാനദണ്ഡങ്ങൾ, രാഷ്ട്രീയം അല്ലെങ്കിൽ സമാന ചിന്താഗതിക്കാരായിരിക്കുക എന്നിവയുമായിട്ട് പൊരുത്തപ്പെടുത്തുന്ന പ്രവർത്തനമാണ്. അതാണ് കൺഫോർമിറ്റി. എന്താ ആൻസർ വരുന്നത്, കൺഫോർമിറ്റി. അപ്പോൾ ഇവിടെ പ്രജുഡൈസും ഉണ്ട്, പെർസെപ്ഷനും ഉണ്ട്, അതല്ല ആൻസർ വരുന്നത് കൺഫോർമിറ്റി ആണ്. അപ്പോൾ ആറ്റിറ്റ്യൂഡ്സ്, ബിലീഫ്, ബിഹേവിയേഴ്സ് ടു ഗ്രൂപ്പ് നോംസ് പൊളിറ്റിക്സ് ഓർ ബീയിങ് ലൈക്ക് മൈൻഡഡ് അങ്ങനെ വരുന്നത് കൺഫോർമിറ്റി ആണെന്നുള്ളത് ഒരു നിലക്ക് ഓർത്ത് വെക്കന്നെ വേണം, എന്നാലുള്ളത് കൺഫ്യൂഷൻ ഇല്ലാതെ കിട്ടുള്ളൂ. ഇനി 86ാമത്തെ ക്വസ്റ്റ്യന്. ഡാഷ് ആർഗ്യൂസ് ദ സോഷ്യൽ ബിഹേവിയേഴ്സ് ആർ ഡെവലപ്ഡ് ത്രോ ജനറ്റിക് ആൻഡ് ഇൻഹെറിറ്റൻസ്
എന്താ പറയുന്നത്, ഡാഷ് എന്ന് പറയുന്നത് സാമൂഹ്യ പെരുമാറ്റങ്ങൾ ജനിതക ശാസ്ത്രത്തിലൂടെയും അതുപോലെ തന്നെ പാരമ്പര്യത്തിലൂടെയും വികസിപ്പിക്കുന്നു എന്നാണ് അല്ലേ. അപ്പോൾ പാരമ്പര്യത്തിലൂടെ വികസിക്കുന്നത്, അതിൻ്റെ ആൻസർ വരുന്നത് എവല്യൂഷണറി പേഴ്സ്പെക്റ്റീവ്. അപ്പോൾ ഇനി അങ്ങനെ അല്ലെങ്കിലോ ഇതിലത്തെ ബാക്കിയുള്ള 3 ഓപ്ഷനും നോക്കുക, എസ് വെച്ചിട്ട് തുടങ്ങുന്നതാണ്. അപ്പോൾ ഓട് വൺ ഔട്ട് ആക്കി എടുക്കുക. ഇത് മാത്രം എന്താണ്, ഇ വെച്ചിട്ടാണ് ആൻസർ തുടങ്ങുന്നത്. അപ്പോൾ എവല്യൂഷണറി പേഴ്സ്പെക്റ്റീവ്. ഓക്കെ. 87ാമത്തെ ക്വസ്റ്റ്യൻ നോക്കുക. ഡാഷ് ആർ അൺകോൺഷ്യസ് ആറ്റിറ്റ്യൂഡ് ദാറ്റ് ആർ ഫോംഡ് ഇൻവളണ്ടർലി ആൻഡ് ആർ യൂഷ്വലി അൺനോൺ ടു അസ്. എന്താ പറയുന്നത്, ഡാഷ് എന്ന് പറയുന്നത് അബോധപൂർവം രൂപപ്പെടുന്നതും സാധാരണയായിട്ട് നമുക്ക് അജ്ഞാതവുമായിട്ട് അബോധ മനോഭാവങ്ങളുമാണ്. അതേതാണ്, ഇംപ്ലിസിറ്റി ആറ്റിറ്റ്യൂഡ്സ് ആണ്. എന്താണ് ഇംപ്ലിസിറ്റ് ആറ്റിറ്റ്യൂഡ്സ്, പരോക്ഷ മനോഭാവങ്ങൾ, ഇംപ്ലിസിറ്റ് ആറ്റിറ്റ്യൂഡ്സ്. അപ്പോൾ ഇവിടെ എന്താ പറയുക, ഇൻവളണ്ടർലി ആ ഒരു വേർഡിനെ ഓർക്കുക. അങ്ങനെ ഓർത്ത് കഴിഞ്ഞാൽ ഇംപ്ലിസിറ്റ് അല്ലേ, ഇൻവളണ്ടർലി എന്ന് തുടങ്ങുന്നത് ഐ വെച്ചിട്ടല്ലേ. അപ്പോൾ ഇംപ്ലിസിറ്റ് ആറ്റിറ്റ്യൂഡ് അങ്ങനെ ഓർത്താൽ മതി, എന്നാൽ കിട്ടും. കാരണം എല്ലാത്തിലും ആറ്റിറ്റ്യൂഡ് ഉണ്ട്. അപ്പോൾ ഇംപ്ലിസിറ്റ് ആറ്റിറ്റ്യൂഡാണ് അത് വരുന്നത്. 88ാമത്തെ ക്വസ്റ്റ്യൻ നോക്കുക. ലൈഫ് സ്പാൻ ഡെവലപ്മെൻറ്റ് ഓഫ് എറിക് എറിക്സൺ പ്രസൻസ് ഓഫ് പ്രോഗ്രഷൻ ത്രോ ഡാഷ് സൈക്കോളജിക്കൽ സ്റ്റേജ് അല്ലേ. അതായത് എറിക് എറിക്സൻ്റെ ആയുസ് വികസനം ഡാഷ് മാനസിക സാമൂഹ്യ ഘട്ടങ്ങളിലൂടെ ഒരു പുരോഗതി അവതരിപ്പിക്കുന്നുണ്ട്. എത്ര മാനസിക ഘട്ടങ്ങളിലൂടെ എന്നാണ് ക്വസ്റ്റ്യൻ. 8 ആണ്. അപ്പോൾ ഇവിടെ ഒന്നും നോക്കല്ല, എറിക് എറിക്സൺ എന്ന് തുടങ്ങുന്നത് ഈ വെച്ചിട്ടല്ലേ, എറിക് 8 അങ്ങനെ ഓർത്താൽ മതി. എറിക് 8 എന്നുള്ളത് ഓർത്താൽ കിട്ടും. ഇനി 89ാമത്തെ ക്വസ്റ്റ്യൻ നോക്കുക. ഡാഷ് ആർഗൂസ് ദാറ്റ് ഹ്യൂമൻ ലേണിംഗ് ഈസ് ലാർജ്ലി ആൻ ഔട്ട്കം ഓഫ് എ സോഷ്യൽ പ്രോസസ് അല്ലേ. എന്താ പറയണത്, ഡാഷ് എന്ന് പറയുന്നത് മനുഷ്യൻ്റെ പഠനം പ്രധാനമായിട്ടും ഒരു സാമൂഹ്യ പ്രക്രിയയുടെ ഫലമായിട്ടാണ് വാദിക്കുന്നത്. അതേതാണ്, സോഷ്യോ കൾച്ചറൽ പെർസ്പെക്റ്റീവാണ് അല്ലേ. സോഷ്യോ കൾച്ചറൽ പെർസ്പെക്റ്റീവാണ് മനുഷ്യൻ്റെ പഠനം പ്രധാനമായിട്ടും ഒരു സാമൂഹ്യ പ്രക്രിയയുടെ ഫലമായിട്ടാണെന്ന് വാദിക്കുന്നത്. അപ്പോൾ ഇതിൽ ആൻസർ വരുന്നത് 3 ടേമാണ്, സോഷ്യോ കൾച്ചറൽ പെർസ്പെക്റ്റീവ്, ഓപ്ഷൻ എ. ബാക്കിയുള്ളത് എൻ്റെ ഓപ്ഷനൊക്കെ നോക്കുക, 2 ടേമിലാണ് ഉള്ളത്. അങ്ങനെ ഓർത്താൽ അത് കിട്ടും. ഇനി 90ാമത്തെ ക്വസ്റ്റ്യൻ നോക്കാം. വിച്ച് ഓഫ് ദ ഫോളോവിങ് സൈക്കോളജിസ്റ്റ് കോയിൻഡ് ദ ടേം സ്റ്റോം ആൻഡ് സ്ട്രെസ് ടു ഡിസ്ക്രൈബ് ദ ട്രൂബ്ലൻറ്റ് ആൻഡ് ചലഞ്ചിങ് പീരിയഡ്സ് ഓഫ് അഡോളസൻസ് അല്ലേ. അതായത് കൗമാരത്തിൻ്റെ പ്രക്ഷുബ്ധവും വെല്ലുവിളി നിറഞ്ഞതുമായിട്ടുള്ള കാലഘട്ടങ്ങളെ വിവരിക്കാൻ സ്റ്റോം അതുപോലെ തന്നെ സ്ട്രെസ് അല്ലേ എന്ന പദം ഉപയോഗിച്ചിട്ടുള്ള മനഃശാസ്ത്രജ്ഞൻ ആര് എന്നാണ് ചോദിച്ചിട്ടുള്ളത്. അപ്പോൾ ഏത് വേർഡ് അവിടെ ചോദിച്ചിട്ടുള്ളത്, സ്റ്റോം ആൻഡ് സ്ട്രെസ്. രണ്ടും എന്താണ്, എസ് വെച്ചിട്ടാണ് തുടങ്ങുന്നത്. അപ്പോൾ അതിൻ്റെ വ്യക്തിയുടെ നെയിമും സ്റ്റാൻലി ഹാള് എസ് വെച്ചിട്ടാണ് തുടങ്ങുന്നത്. അങ്ങനെ കണക്ട് ചെയ്ത് കൊടുത്താൽ അത് കിട്ടും. സ്റ്റോം ആൻഡ് സ്ട്രെസ്, സ്റ്റാൻലി ഹാള്. ഓക്കെ, ഓപ്ഷൻ സി ആണ് വരുന്നത്. ഇനി 91ാമത്തെ ക്വസ്റ്റ്യൻ നോക്കാം. ഡാഷ് ഈസ് ദ കോഗ്നിറ്റീവ് പ്രോസസ് വി യൂസ് ടു റിട്ടേൺ ആൻഡ് റിട്ടയർ ഇൻഫർമേഷൻ ഫോർ ലേറ്റർ യൂസ് അല്ലേ. അതായത് ഡാഷ് എന്ന് പറയുന്നത് പിന്നീടുള്ള ഉപയോഗത്തിന് വേണ്ടിയിട്ട് വിവരങ്ങൾ നിലനിർത്താനും അതുപോലെ തന്നെ വീണ്ടെടുക്കാനും നമ്മൾ ഉപയോഗിക്കുന്ന ഒരു വൈജ്ഞാനിക പ്രക്രിയയാണെന്ത്, മെമ്മറി എന്നുള്ളത് അല്ലേ. അപ്പം മെമ്മറി എന്നുള്ളത് ഓർക്കാൻ വേണ്ടിയിട്ട് ഇൻഫർമേഷൻ മെമ്മറി അങ്ങനെ കണക്ട് ചെയ്യുക, ഇൻഫർമേഷൻ മെമ്മറി. അപ്പോൾ 91ൻ്റെ ആൻസർ ഓപ്ഷൻ എ ആണ് വരുന്നത്. ഇനി 92ാമത്തെ ക്വസ്റ്റ്യൻ നോക്കുക. ദി ഡാഷ് സ്റ്റേറ്റ്സ് ദാറ്റ് പീപ്പിൾ റീകോൾ ഇൻഫർമേഷൻ ഫാളിംഗ് അറ്റ് ദ ബിഗിനിങ് കോൾഡ് പ്രൈമറി ആൻഡ് എൻഡ് കോൾഡ് റീസണിങ് ഓഫ് എ ലിസ്റ്റ് ബെറ്റർ ദാൻ ഇൻഫർമേഷൻ ഇൻ ദ മിഡിൽ. എന്താ പറയുന്നത്, ഒരു പട്ടികൻ്റെ തുടക്കത്തിൽ അതേപോലെ അവസാനത്തിലും വരുന്ന വിവരങ്ങൾ മധ്യത്തിലുള്ള വിവരങ്ങളെക്കാൾ നന്നായിട്ട് ആളുകൾ എന്താ പറയുക, ഓർമ്മിപ്പിക്കുന്നത് അല്ലേ. അതിനെ പറയുന്ന പേരാണ് എന്തെന്നാണ് ക്വസ്റ്റ്യൻ. അപ്പോൾ ഇവിടെ ഒന്നും നോക്കല്ല, ദി ഡാഷ് എന്ന് കഴിഞ്ഞിട്ട് സ്റ്റേറ്റ്സ് പീപ്പിൾ റീകോൾ. അപ്പോൾ എസ് വെച്ചിട്ടാണ് സീരിയൽ, ഓപ്ഷൻ ബി നോക്കുക, സീരിയൽ. അതുപോലെ തന്നെ പീപ്പിൾ പൊസിഷൻ പി, അതുപോലെ തന്നെ റീകോൾ എഫക്റ്റ് ഇ. അപ്പോൾ സീരിയൽ പൊസിഷൻ എഫക്റ്റ് ഓപ്ഷൻ ബി ആണെന്നുള്ളത് ആ ഒരു നിലക്ക് കണക്ട് ചെയ്താൽ കിട്ടും. സ്റ്റേറ്റ് എന്നുള്ളത് എസ് വെച്ചിട്ടാണ് തുടങ്ങുന്നത്, പീപ്പിൾ എന്നുള്ളത് പി വെച്ചിട്ടാണ് തുടങ്ങുന്നത്, റീകോൾ അതുപോലെ തന്നെ ഇ എഫക്റ്റ് വെച്ചിട്ടാണ് തുടങ്ങുന്നത്. അപ്പോൾ അതിൻ്റെ ആൻസർ വരുന്നത് ഓപ്ഷൻ ബി ആണ്. ഇനി 93ാമത്തെ ക്വസ്റ്റ്യൻ നോക്കുക. ഡാഷ് ഈസ് ആൻഡ് ഡെവലപ്മെൻറ്റ് പീരിയഡ്സ് റേഞ്ചസ് ഫ്രം 5 to 12 ഇയേഴ്സ് ആൻഡ് ദ ക്രൈസസ് ഫേസ്ഡ് ഡ്യൂറിങ് ദിസ് പീരീഡ് ഇൻ ഇൻഡസ്ട്രി വിയസ് ഇൻഫ്യൂരിറ്റി അല്ലേ. അതായത് ഡാഷ് എന്ന് പറയുന്ന ഇത് 5 മുതൽ 12 വയസ്സ് വരെയുള്ള ഒരു വികസന കാലഘട്ടമാണ്. ഈ ഒരു കാലഘട്ടത്തിൽ നേരിടുന്ന പ്രതിസന്ധികൾ ഇൻഡസ്ട്രി വിയസ് ഇൻഫ്യൂരിറ്റി അല്ലേ, അതാണ് എന്നുള്ളതാണ് പറയുന്നത്. അതായത് എന്താ പറയുക, വ്യവസായം അതുപോലെ തന്നെ ഇൻഡസ്ട്രി പറഞ്ഞാൽ വ്യവസായം, ഇൻഫ്യൂരിറ്റി പറഞ്ഞാൽ അപകർഷതയുമാണ്. അപ്പോൾ ഇതിൽ 5 മുതൽ 12 ആ ഒരു വയസ്സ് വരുന്നത് ലേറ്റ് ചൈൽഡ്ഹുഡ് ആണെന്ന് ഓർത്ത് വെച്ചാൽ മതി. 5 മുതൽ 12 എന്നല്ല ഇവിടെ പറയുന്നത്. അപ്പോൾ ആ ഒരു രീതിക്ക് ലേറ്റ് ചൈൽഡ്ഹുഡ് അങ്ങനെ ഒരു ക്വസ്റ്റ്യൻ നമ്പേഴ്സ് വരുമ്പോൾ അത് ലേറ്റ് ചൈൽഡ്ഹുഡ് ആണ്. ഈ ഒരു ഓപ്ഷൻ ഇങ്ങനെ ഒരു ക്വസ്റ്റ്യൻ ഇത് മാത്രമേ ഉള്ളൂ. അപ്പോൾ ആ ഒരു നിലക്ക് ഓർത്താൽ ഓപ്ഷൻ സി ആണെന്നുള്ളത് കിട്ടും. ഇനി 94ാമത്തെ ക്വസ്റ്റ്യൻ നോക്കാം.
2 പീസസ് ഓഫ് ഇൻഫർമേഷൻ സെൻസ്ഡ് ഫ്രം അവർ എൻവയോൺമെൻറ്റ് അല്ലേ. ഇവിടെ നമ്മൾ പഠിച്ചു വെക്കന്നെ വേണം. അസോസിയേറ്റീവ് ലേണിംഗ് ആണ് ആൻസർ വരുന്നത്. ഓപ്ഷൻ എ എൻവയോൺമെൻറ്റ് അസോസിയേറ്റീവ് ലേണിംഗ്. അങ്ങനെ ഓർത്തിട്ട് തന്നെ അത് വെക്കുക. അവിടെ പ്രത്യേകിച്ച് കണക്ട് ചെയ്യാനൊന്നും കഴിയില്ല. അപ്പോൾ എൻവയോൺമെൻറ്റ് അസോസിയേറ്റീവ് ലേണിംഗ്. ഇനി 95ാമത്തെ ക്വസ്റ്റ്യൻ നോക്കുക. ഡാഷ് ഈസ് മോട്ടിവേഷൻ ഫ്രം ആൻ ഇൻറ്റേർണലൈസ്ഡ് പ്രഷറിങ് വോയിസ് അല്ലേ. ഡാഷ് എന്ന് പറയുന്നത് ആന്തരികവും സമ്മർദ്ദവുമായിട്ടുള്ള ഒരു ശബ്ദത്തിൽ നിന്നുള്ള പ്രചോദനമാണ്. അപ്പോൾ ഇവിടെ മോട്ടിവേഷൻ എന്നുള്ളത് 3 ഓപ്ഷനിലും മോട്ടിവേഷൻ എന്ന് വരുന്നുണ്ട്. മോട്ടിവേഷൻ വരാത്തൊരു ഓപ്ഷൻ ഡി ആണ്. അതാണ് നമ്മുടെ ആൻസർ. ഇൻട്രോജക്റ്റഡ് റെഗുലേഷൻ, പരിചയപ്പെടുത്തൽ നിയന്ത്രണം. ഇൻട്രോജക്റ്റഡ് റെഗുലേഷൻ ഇവിടെ ഇൻറ്റേർണലൈസ്ഡ് എന്നുണ്ട്. ആ ഒരു നിലക്ക് ഇൻട്രോജക്റ്റഡ് എന്നും കണക്കാക്കുക. പിന്നെ ഇവിടെ എന്ത് വരുന്നില്ല, മോട്ടിവേഷൻ ഇതിൽ മാത്രം വരുന്നില്ല. അപ്പോൾ ഓട് 1 ഔട്ടാക്കി എടുത്താൽ ഓപ്ഷൻ ഡി എന്നുള്ളത് 95ൻ്റെ ആൻസർ കിട്ടും. ഇനി 96ാമത്തെ ക്വസ്റ്റ്യൻ നോക്കുക. വിച്ച് ഓഫ് ദ ഫോളോയിങ് സ്റ്റേറ്റ്മെൻറ്റ് ഈസ് ഇൻകറക്റ്റ് എബൌട്ട് എക്സ്ട്രിൻസിക് മോട്ടിവേഷൻ അല്ലേ. അതായത് എക്സ്ട്രിൻസിക് മോട്ടിവേഷൻ എന്ന് പറഞ്ഞാൽ ബാഹ്യ പ്രചോദനം അല്ലെങ്കിൽ ബാഹ്യ മോട്ടിവേഷന് ഇനി പറയുന്ന പ്രസ്താവനകളിൽ ഏതാണ് തെറ്റ്. അപ്പോൾ ഇവിടെ 4 ഓപ്ഷൻ കൊടുത്തിട്ടുണ്ട്. അതിൽ തെറ്റായിട്ട് വരുന്നത് ഓപ്ഷൻ സി ആണ്. ഓപ്ഷൻ സി പറയുന്നത് പെർഫോം ആൻ ആക്ടിവിറ്റി ഫോർ സെൽഫ് സാറ്റിസ്ഫാക്ഷൻ റാദർ ദാൻ മോണിറ്ററി ഓർ അതർ ഗെയിൻസ്. അതായത് പണമോ അല്ലെങ്കിൽ മറ്റ് നേട്ടങ്ങളോ അല്ല, സ്വയം സംതൃപ്തിക്കായിട്ട് ഒരു പ്രവർത്തനം നടത്തുക എന്നുള്ളത് എക്സ്ട്രിൻസിക് മോട്ടിവേഷൻ്റെ പ്രചോദനത്തെക്കുറിച്ചിട്ട് പറയുന്ന പ്രസ്താവന അല്ല. അപ്പോൾ ഇവിടെ കണക്ട് ചെയ്യേണ്ടത് സ്റ്റേറ്റ്മെൻറ്റാണ് ചോദിച്ചിട്ടുള്ളത്. അപ്പോൾ ഇതിൻ്റെ ഓപ്ഷനിൽ സാറ്റിസ്ഫിക്കേഷൻ അല്ലേ, സാറ്റിസ്ഫിക്കേഷൻ എന്നുണ്ട്. അപ്പോൾ സ്റ്റേറ്റ്മെൻറ്റ് സാറ്റിസ്ഫിക്കേഷൻ എന്നുള്ള ആ ഒരു വേർഡിന് ഓർക്കുക. ബാക്കിയുള്ളതിലൊക്കെ ഇപ്പോൾ മോട്ടിവേഷൻ അങ്ങനെ എല്ലാ വേർഡുകളും അവിടെ ഇവിടെയൊക്കെ വരുന്നത് കൊണ്ട് എന്ത് ചെയ്യണം, ഈ സെൽഫ് സാറ്റിസ്ഫിക്കേഷൻ സ്റ്റേറ്റ്മെൻ്റ് അല്ല ചോദിച്ചിട്ടുള്ളത്. അപ്പോൾ ആ ഒരു നിലക്ക് ഓർക്കുക. പിന്നെ അതിലെ ഏറ്റവും വലിയൊരു ആൻസറാണ് വരുന്നത് എന്നുള്ള നിലക്കും ഓർക്കുക. ഇനി 97ാമത്തെ ക്വസ്റ്റ്യൻ നോക്കുക. ഡാഷ് ഈസ് ഹൗ ഇൻഡിവിജ്വൽ ഐഡൻറ്റിറ്റി ആൻഡ് ഡിഫൈൻ വൺ സെൽഫ് ആൻഡ് മാർക്ക്ഡ് ഡിഫറൻസ് ഈസ് ഒബ്സർവ്ഡ് ഇൻ ദ സെൽഫ് ഓഫ് ബോത്ത് മെയിൽ ആൻഡ് ഫീമെയിൽ. എന്താ പറയണത്, ഡാഷ് എന്ന് പറയുന്നത് ഒരു വ്യക്തി സ്വയം തിരിച്ചറിയുകയും നിർവചിക്കുകയും ചെയ്യുന്ന പുരുഷന്മാരുടെയും സ്ത്രീകളുടെയും സ്വത്വത്തിൽ പ്രകടമായിട്ടുള്ള വ്യത്യാസങ്ങൾ നിരീക്ഷിക്കപ്പെടുന്നു. അതാണെന്ത്, സെൽഫ് ഐഡൻറ്റിറ്റി. എന്താണ് സെൽഫ് ഐഡൻറ്റിറ്റി. അപ്പോൾ ഇവിടെ ക്വസ്റ്റ്യനിൽ എന്ത് വരുന്നുണ്ട്, ഐഡൻറ്റിറ്റി എന്നും വരുന്നുണ്ട്, സെൽഫ് എന്നും വരുന്നുണ്ട്. അപ്പോൾ നമുക്ക് കണക്ട് ചെയ്യാൻ സുഖമാണ്. ഐഡൻറ്റിഫൈ എന്നുണ്ട് ക്വസ്റ്റ്യനിലുണ്ട്. അപ്പോൾ ആൻസറിൽ സെൽഫ് ഐഡൻറ്റിറ്റി ഓപ്ഷൻ ബി ആണ് വരുന്നത്. ഇനി 98ാമത്തെ ക്വസ്റ്റ്യൻ നോക്കുക. സെൽഫ് അവയർനെസ് തിയറി വാസ് ഫസ്റ്റ് ഡെവലപ്ഡ് ബൈ അല്ലേ. ആത്മബോധന സിദ്ധാന്തം ആദ്യമായിട്ട് വികസിപ്പിച്ചത് ആരാണെന്നാണ് ക്വസ്റ്റ്യൻ. അപ്പോൾ എന്താണ് ക്വസ്റ്റ്യൻ വന്നിട്ടുള്ളത്, സെൽഫ് അവയർനെസ് തിയറിയാണ്. അപ്പോൾ എസ് വെച്ചിട്ടല്ലേ തുടങ്ങുന്നത്. അപ്പോൾ അതിൻ്റെ വ്യക്തിയുടെ നെയിമും എസ് വെച്ചിട്ടാണ്. ഷെല്ലി ഡ്യുവൽ അല്ലേ, ഷെല്ലി ഡ്യുവൽ. അപ്പോൾ സെൽഫ് അവയർനെസ് തിയറി ഷെല്ലി ഡ്യുവൽ ഓപ്ഷൻ സി ആണ് വരുന്നത്. ഇനി 99ാമത്തെ ക്വസ്റ്റ്യൻ നോക്കുക. വിച്ച് ഓഫ് ദ ഫോളോയിങ് ഈസ് നോട്ട് എ ബുക്ക് ബൈ ലിയോൺ ഫെസ്റ്റിംഗർ അല്ലേ. അതായത് ഇനി പറയുന്നവയിൽ ഏതാണ് ലിയോൺ ഫെസ്റ്റിംഗറുടെ പുസ്തകം അല്ലാത്തതെന്നാണ് ക്വസ്റ്റ്യൻ. അപ്പോൾ അതിൽ ആൻസർ വരുന്നത് ഓപ്ഷൻ ഡി ആണ്. ഐഡൻറ്റിറ്റി, യൂത്ത് ആൻഡ് ക്രൈസിസ്. അതായത് ഇവിടെ കോമ ഇട്ടിട്ടൊക്കെ വരുന്നത് ഈ ഒരു ഓപ്ഷൻ മാത്രമേ ഉള്ളൂ, ഐഡൻറ്റിറ്റി, യൂത്ത് ആൻഡ് ക്രൈസിസ്. പിന്നെ അതുപോലെ തന്നെ ആൻഡ് വെച്ച് ജോയിൻ ചെയ്തിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ്റെ ആൻസറും ഏതുള്ളൂ, ഈ ഓപ്ഷൻ ഡി ഉള്ളൂ. അങ്ങനെ ഓർത്താൽ ഇതിൻ്റെ ആൻസർ കിട്ടും. അപ്പോൾ നോക്കുക, ലാസ്റ്റ് ക്വസ്റ്റ്യൻ ആണിത്. ഡാഷ് ഈസ് വേർ എ പേഴ്സൺ നോൺസ് ദാറ്റ് സംതിങ് നീഡ്സ് ടു ബി ഡൺ ബട്ട് ഹാസ് നോട്ട് എറ്റ് ഡിസൈഡഡ് ടു എനിത്തിങ് എബൌട്ട് ഇറ്റ്. എന്താ പറയുന്നത്, ഒരു വ്യക്തിക്ക് എന്തെങ്കിലും ചെയ്യേണ്ടതുണ്ടെന്ന് അറിയാമെങ്കിലും അതിനെക്കുറിച്ചിട്ട് ഒന്നും ചെയ്യാൻ ഇതുവരെ തീരുമാനിച്ചിട്ടില്ലാത്ത ഒരു ഇതിനെ അല്ലേ. അങ്ങനെയുള്ള ഒരു ഇടത്തിനെ വിളിക്കുന്ന പേരെന്താണെന്നാണ് ക്വസ്റ്റ്യൻ. അപ്പോൾ ഡിസൈഡ് ചെയ്യാണ്. അപ്പോൾ ഐഡൻറ്റിഫൈ മോട്ടിവേഷൻ, ഡിസൈഡഡ് ഐഡൻറ്റിഫൈഡ് മോട്ടിവേഷൻ, തിരിച്ചറിഞ്ഞിട്ടുള്ള മോട്ടിവേഷൻ. ആ ഒരു നിലക്ക് ഓർക്കുക, ഡിസൈഡഡ് ഐഡൻറ്റിഫൈഡ് മോട്ടിവേഷൻ. അപ്പോൾ ഇതോട് കൂടിയിട്ട് സോഷ്യൽ സൈക്കോളജിൻ്റെ MCQ കംപ്ലീറ്റ് ആയിട്ടുണ്ട്. അപ്പോൾ ഇനി അടുത്തൊരു വീഡിയോയിൽ കാണാം.